പ്രിയപ്പെട്ട പഠിതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം സാക്കിനായ നൂനിനും തൻവീനും ശേഷമുള്ള വിധികളിൽ അഞ്ചാമത്തെ അവസാനത്തെ വിധി ഇഖ്ഫാഇനെ സംബന്ധിച്ചാണ്. എന്താണ് ഇഖ്ഫാ? അതിന്റെ ഉദാഹരണങ്ങളും മറ്റു അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളുമാണ് ഇന്ന് നമ്മൾ ഇൻഷാ അള്ളാഹ് പഠിക്കുന്നത്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് സാക്കിനായ നൂനിനും തൻവീനും ശേഷമുള്ള വിധികൾ അഞ്ചെണ്ണമാണ്. ഖുർആനിൽ സാക്കിനായ നൂൻ എന്ന് വെച്ചാൽ സുക്കൂനുള്ള നൂൻ എവിടെ വന്നാലും, അതുപോലെ തന്നെ തെൻവീൻ എവിടെ വന്നാലും ഖുർആനിൽ ഈ പറയപ്പെട്ട സാക്കിനായ നൂനും തെൻവീനും എവിടെ വന്നാലും അതിന് തൊട്ട് ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അവിടെ അഞ്ച് നിയമങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തെ നിയമം ഇൽഹാറാണ്, വെളിവാക്കി ഓതണം. അതിന് ആറ് അക്ഷരങ്ങളാണുള്ളത്. രണ്ടാമത്തെ ഇദ്ഗാം ബിഗുന്ന, അതിന് നാല് അക്ഷരങ്ങളാണുള്ളത്. മൂന്നാമത്തത് ഇദ്ഗാം ബിലാഗുന്ന, അതിന് രണ്ടക്ഷരങ്ങളാണുള്ളത്. നാലാമത്തത് ഇഖ്ലാബ്, അതിന്റെ ഒരൊറ്റ അക്ഷരം ഉള്ളത്, ബ എന്നുള്ള ഒരൊറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ. അപ്പൊ അഞ്ചാമത്തെ നിയമം ഇഖ്ഫാ എന്ന് പറയും. ഈ നാല് നിയമങ്ങൾ പറഞ്ഞതിൽ നാല് നിയമങ്ങളിൽ ആകെ നമ്മൾ ഇൽഹാറിന്റെ ആറക്ഷരവും ഇദ്ഗാം ബിഗുന്നയുടെ നാലക്ഷരം 10ഉം ഇദ്ഗാം ബിലാഗുന്നയുടെ രണ്ടക്ഷരം 12ഉം ഇഖ്ലാബിന്റെ ഒരു അക്ഷരം 13 അക്ഷരം നമ്മൾ പഠിച്ചു. മൊത്തം അറബിയിൽ 28 അക്ഷരങ്ങളിൽ നിന്ന് ഈ പറയപ്പെട്ട 13 അക്ഷരങ്ങൾ കുറച്ചാൽ ബാക്കി 15 അക്ഷരം ഉണ്ടാകും. ഈ 15 അക്ഷരങ്ങളുമാണ് ഇഖ്ഫാഇന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം എന്താണ് ഇഖ്ഫാഇന്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ? എന്താണ് ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ? സാക്കിനായ നൂനിനും തൻവീനിനും ശേഷം ഖാഫ്, ത, അതുപോലെ തന്നെ ജീം, ത, ളാദ്, ളാദ്, ത്വാ, കാഫ്, ത, സീൻ, ഷീൻ, ദാൽ, ളാ, സായ്, ദാൽ, ഈ പറയപ്പെട്ട 15 അക്ഷരങ്ങൾ വന്നാൽ, എന്ന് വെച്ചാൽ ഇൽഹാറിന്റെയും ഇദ്ഗാം ബിഗുന്നയുടെയും ഇദ്ഗാം ബിലാഗുന്നയുടെയും ഇഖ്ലാബിന്റെയും അക്ഷരങ്ങളല്ലാത്ത ബാക്കി 15 അക്ഷരങ്ങൾ വന്നാൽ സാക്കിനായ നൂനിനെയും തെൻവീനിനെയും ശേഷമുള്ള ഈ 15 അക്ഷരങ്ങളിൽ മറച്ചിട്ട് മണിക്കണം എന്നാണ്. മറച്ച് മണിക്കണം, വെളിവാക്കിയിട്ടല്ല, മറച്ച് മണിക്കണം എന്നാണ് ഇഖ്ഫാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ച് മണിക്കണം എന്നാണ്. ഇഖ്ലാബ് എന്നാൽ മറിച്ച് മണിക്കലായിരുന്നു. എന്ന് വെച്ചാൽ സാക്കിനായ നൂനിനും തൻവീനും ശേഷം ബ എന്നുള്ള ഒരൊറ്റ അക്ഷരം വന്നാൽ സാക്കിനായ നൂനെയും തെൻവീനെയും മീമാക്കി മറിച്ച് മണിച്ചോദനം എന്നായിരുന്നു ഇഖ്ലാബ്. എന്നാൽ ഇഖ്ഫാ എന്ന് പറഞ്ഞ സാക്കിനായ നൂനും തെൻവീനും ശേഷം ഈ പറയപ്പെട്ട 15 അക്ഷരങ്ങൾ വന്നാൽ ആ സാക്കിനായ നൂനിനെയും തെൻവീനെയും ശേഷമുള്ള 15 അക്ഷരങ്ങളിൽ മറച്ചിട്ടാണ് മണിക്കേണ്ടത്, വെളിവാക്കിയിട്ടല്ല, മറച്ചിട്ടാണ് മണിക്കേണ്ടത്. ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് പിന്നെ ക്ലാസ് നോട്ട് കൊണ്ടുവരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക് നിങ്ങള്, സാക്കിനായ നൂനിനും തൻവീനിനും ശേഷമുള്ള വിധികൾ, അതിൽ 5 അക്ഷരങ്ങൾ, 5 നിയമങ്ങളിൽ നമ്മൾ അഞ്ചാമത്തത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഖ്ഫാ. കണ്ടോ? ഇഖ്ഫാ ഇതിന്റെ അക്ഷരങ്ങൾ ഖാഫ്, ത, ജീം, ത, സ്വാദ്, ളാദ്, ത്വാ, കാഫ്, ത, സീൻ, ഷീൻ, ദാൽ, ളാ, സായ്, ദാൽ, ഈ പറയപ്പെട്ട 15 അക്ഷരങ്ങൾ വന്നാൽ, കണ്ടോ, ഈ 15 അക്ഷരങ്ങൾ സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം വന്നാൽ മറച്ചു മണിക്കണം. ഉദാഹരണം പറയാം. 15 ഉദാഹരണം കൊടുത്തിട്ടില്ല, ഒരു 3 ഉദാഹരണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ضبحا فالموريات ضبحا فالموريات. കണ്ടോ, ضبحൻ എന്നുള്ള തൻവീൻ ഉണ്ട്. തൻവീന് ശേഷം ഫ വന്നപ്പോ ഇഖ്ഫാന്റെ അക്ഷരമായതുകൊണ്ട് തൻവീന് ശേഷമുള്ള ഫയിൽ മറച്ചിട്ട് മണിച്ചോദനം. ضبحൻ എന്ന് പറഞ്ഞ് വെളിവാക്കാണ്ട് കണ്ടോ, അപ്പൊ തെൻവീൻ ഉച്ചരിക്കാണ്ട്, എന്ന പോലെ തന്നെ സാക്കിനായ നൂനും ഉച്ചരിക്കാണ്ട്, എന്നാൽ തെൻവീൻ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനാണല്ലോ, ഈ നൂനിന്റെ മഖ്റജിലേക്ക് നാവ് തട്ടാനിരിക്കുന്ന രൂപത്തിൽ നാവ് കൊണ്ടുപോയിട്ട് തട്ടണ്ട. ഹൻ എന്ന പോലെ തന്നെ സാക്കിനായ നൂൻ അവിടെ ഉച്ചരിക്കാണ്ട് ആ തെൻവീനിന്റെ ആ നൂനിന്റെ മഖ്റജിലേക്ക് നാവ് ഇങ്ങനെ അടുത്ത് നിന്നാൽ മാത്രം മതി, തട്ടണ്ട. അതാണ്. എന്നിട്ട് ഫയിൽ അങ്ങ് മറയും, അപ്പോഴാണ് മറച്ച് മണിക്കുക. അല്ലെങ്കിൽ പിന്നെ ലബ്ഹൻ എന്നാവുമ്പോ വെളിവാക്കി മണിക്കലാകും. قدحا فالمغيرات
قدحا فالمغيرات قدحا ഉണ്ടോ തെൻവീന് ശേഷം ഫ വന്നപ്പോ ഖദ്ഹൻ എന്ന് വെളിവാക്കി അല്ല മറച്ചിട്ടാണ് മണിക്കേണ്ടത്. സുബ്ഹൻ ഫ സുബ്ഹൻ എന്ന് വെളിവാക്കിയിട്ടല്ല സുബ്ഹൻ ഫ കണ്ടോ തെൻവീനിനെ ഉച്ചരിക്കാണ്ട് തെൻവീനിന് ശേഷമുള്ള ഫായില് അങ്ങ് മറച്ചിട്ടാണ് ഉച്ചരിക്കുക. അപ്പൊ എങ്ങനെ സുബ്ഹൻ ഫ. വിശുദ്ധ ഖുർആൻ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഈ പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ ഇഖ്ഫാഇന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഞാന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ വാഖിഅ കൊണ്ടുവരികയാണ്. സൂറത്തുൽ വാഖിഅയിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. നമ്മളിപ്പോ ഈ പഠിച്ച ഇദ്ഗാം ഇൽഹാർ മുതൽ ഇദ്ഗാം ബിഗുന്ന മുതൽ ഇദ്ഗാം ബിലാ ഗുന്ന ഇഖ്ലാബ് ഇഖ്ഫാ എല്ലാത്തിന്റെ ഉദാഹരണം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. സൂറത്തുൽ വാഖിഅ സ്ക്രീനിൽ കൊണ്ടുവരാം. നോക്കൂ നിങ്ങൾ സൂറത്തുൽ വാഖിഅ നമുക്ക് ഇങ്ങനെ ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة കണ്ടോ അവിടെ ഖാഫിളത്തുർ റാഫിഅ ഖാഫിളത്തുർ റാഫിഅ. നോക്കൂ നിങ്ങള് തെൻവീന് ശേഷം റാ വന്നിട്ടുണ്ട്. തെൻവീന് ശേഷം റാ വന്നാൽ എന്താ അവിടെ നിയമം? തെൻവീന് ശേഷം റാ വന്നാൽ ഇദ്ഗാം ബിലാ ഗുന്നയാണ്. അതുകൊണ്ട് ഖാഫിളത്തുൻ എന്ന് പറയാണ്ട് ഖാഫിളത്തുർ തുർറ എന്നേ പറയുള്ളൂ. എന്തുകൊണ്ട്? തെൻവീനെ ശേഷമുള്ള റായിൽ ചേർത്തി മണിക്കാണ്ട് ഓതണം. അതാണ് ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറഞ്ഞാൽ. എന്ന പോലെ തന്നെ രണ്ടാമത്തവും മൂന്നാമത്തവും ആയത്ത് കൂട്ടി ഓതുമ്പോ എങ്ങനെ ഓതുക? ലൈസ ലിവഖഅതിഹാ കാദിബത്തുൻ ഖാഫിള. കണ്ടോ? കാദിബത്തുൻ ഖ. എന്തുകൊണ്ട്? തെൻവീന് ശേഷം ഖ വന്നാൽ ഇൽഹാറിന്റെ അക്ഷരമാണ്. ഒന്നാമത്തെ നിയമമാണ് ഇൽഹാറാണ്, വെളിവാക്കി ഓതണം അല്ലെ? എന്ന പോലെ തന്നെ മൂന്നാമത്തതും നാലാമത്തതുമായിട്ടുള്ള ആയത്തുകൾ നോക്കൂ. ഖാഫിളത്തുർ റാഫിഅതുൻ ഇദാ റുജ്ജത് വഖഫ് ചെയ്യണമെങ്കിൽ ഖാഫിളത്തുർ റാഫിഅതുൻ ഇദാ റുജ്ജതിൽ അർദു റജ്ജ. കണ്ടോ? റാഫിഅതുൻ ഇദാ. എന്തുകൊണ്ട്? തെൻവീന് ശേഷം ഹംസ വന്നാൽ ഇൽഹാറാണ്, വെളിവാക്കി ഓതണം. ഇനി നാലാമത്തതും അഞ്ചാമത്തുമായിട്ടുള്ള ആയത്ത് ഓതുമ്പോ إذا رجت الأرض رجا وبست الجبال بسا رجا എന്തുകൊണ്ട്? തെൻവീന് ശേഷം വാവ് വന്നപ്പോ ഇദ്ഗാം ബിഗുന്നയുണ്ട്. തെൻവീന് ശേഷമുള്ള വാവിൽ ചേർത്തി മണിച്ചോദനം. എന്ന പോലെ തന്നെ അഞ്ചാമത്തും ആറാമത്തും ആയത്ത് ഓതുക. وبست الجبال بسا فكانت هباء അവിടെ ഒരുപാട് നിയമം. തെൻവീന് ശേഷം ഫ വന്നപ്പോ ഇൽഹാർ അല്ല ഇഖ്ഫാ. ഇന്ന് നമ്മൾ പഠിച്ചത് നിയമം തെൻവീന് ശേഷം ഫ വന്നപ്പോ ഇഖ്ഫാ ആണ്. ബസ്സൻ എന്നുള്ള തെൻവീന് ശേഷമുള്ള ഫഇൽ മറച്ചിട്ട് മണിക്കാണ്. ഫകാനത് ഹബാഅൻ ഹബാഅൻ എന്നുള്ള തെൻവീനാണ്. തെൻവീന് ശേഷം മീമ് വന്നപ്പോ തെൻവീന് ശേഷം മീമ് വന്നപ്പോ തെൻവീന് ശേഷമുള്ള മീമിൽ ചേർത്തി മണിച്ച് ഓതണം. പിന്നെ സാക്കിന നൂന് ശേഷം ബ വന്നപ്പോ ഇഖ്ലാബാണ് അല്ലെ? സാക്കിന നൂനെ മീമാക്കി മറിച്ച് മണിച്ചോദനം. അതുകൊണ്ടാണ് അവിടെ മീമിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി മുമ്പസ്സം വ കുൻതും ആറാമത്തും ഏഴാമത്തും ആയത്തുകൾ കൂട്ടി ഓതുകയാണെങ്കിൽ فكانت هباء منبثا ഉണ്ടോ? മുൻബസ്സൻ തെൻവീന് ശേഷം വാവ് വന്നപ്പോ ഇദ്ഗാം ബിഗുന്ന. വകുൻതും സാക്കിന നൂന് ശേഷം ത വന്നപ്പോ ഇഖ്ഫാ. ഇന്ന് നമ്മൾ പഠിച്ച ഇഖ്ഫാ. വകുൻതും അസ്വാജൻ സലാസ. അവിടെയും അസ്വാജൻ തെൻവീന് ശേഷം ത വന്നപ്പോ
ഇഖ്ഫാ മറച്ച് മണിക്കണം. ഇനി ഏഴാമത്തും എട്ടാമത്തും ആയത്ത് കൂട്ടിയോതാണെങ്കിൽ وكنتم أزواجا ثلاثة ف ഇഖ്ഫാ തൻവീന് ശേഷം ഫ എന്നപ്പോ ഇഖ്ഫാ. ഇനി നമുക്ക് 13-ാമത്തെ ആയത്ത് നോക്കൂ. സുല്ലത്തും മിനൽ അവ്വലീൻ. സുല്ലത്തും മി കണ്ടോ, തെൻവീന് ശേഷം മീമ് വന്നപ്പോ ഇദ്ഗാം ബി ഗുന്ന. തെൻവീന് ശേഷമുള്ള മീമിൽ ചേർത്തി മണിച്ച് ഓതണം. വഖലീലും മിനൽ ആഖിരീൻ. വഖലീലും മി തെൻവീന് ശേഷം മീമ് വന്നപ്പോ ഇദ്ഗാം ബി ഗുന്ന. അലാ സുറുരിൻ മ അവിടെയും തെൻവീന് ശേഷം മീമ് വന്നപ്പോ ഇദ്ഗാം ബി ഗുന്ന. അലാ സുറുരിൻ മൗദൂന. ഇനി 15-ാമത്തും 16-ാമത്തുമായിട്ടുള്ള ആയത്തുകൾ കൂട്ടിയോതാണെങ്കിൽ അലാ സുറുരിൻ മൗദൂനത്തിൻ. കണ്ടോ, തെൻവീന് ശേഷം മീമ് വന്നപ്പോ അലാ സുറുരിൻ മൗദൂനത്തിൻ. തെൻവീന് ശേഷം മീമ് വന്നപ്പോ തെൻവീന് ശേഷമുള്ള മീമിൽ ചേർത്തി മണിച്ച് മീമിന് ശബ്ദം കൊടുത്ത് ഓതണം. എങ്ങനെ? അലാ സുറുരിൻ മൗദൂനത്തിൻ മുത്തകിഈന അലൈഹാ മുതഖാബിലീൻ. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ. അടുത്ത ആയത്ത് നോക്കൂ നിങ്ങൾ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. വിൽദാനും തെൻവീന് ശേഷം മീമ് വന്നപ്പോ ഇദ്ഗാം ബിഗുന്ന. ബിഅക്വാബിൻ വ തെൻവീന് ശേഷം വാവ് വന്നപ്പോ ഇദ്ഗാം ബിഗുന്ന. അല്ല, തെൻവീന് ശേഷമുള്ള വാവിൽ ചേർത്തി മണിച്ചോദനം. ബിഅക്വാബിൻ وأباريق وكأس من معين. وكأس من തെൻവീന് ശേഷം മീമ് വന്നപ്പോ ഇദ്ഗാം ബിഗുന്ന. മിൻ മഈൻ അവിടെ സാക്കിന നൂന് ശേഷം മീമ് വന്നപ്പോ ഇദ്ഗാം ബിഗുന്ന. തെൻവീന് ശേഷം മീമ് വന്നു, നൂന് ശേഷം മീമ് വന്നു. രണ്ടിന്റെ ഉദാഹരണം. ഇനി 18-ാമത്തും 19-ാമത്തെ ആയത്ത് കൂട്ടി ഓതുമ്പോ നോക്കൂ നിങ്ങൾ. بأكواب وأباريق وكأس من معين من معين لا يصدعون. അങ്ങനെ ഓതുക. എന്തുകൊണ്ട്? തെൻവീന് ശേഷം ലാം വന്നപ്പോ ഇദ്ഗാം ബിലാ ഗുന്നയാണ്. തെൻവീന് ശേഷമുള്ള ലാമിൽ ചേർത്തി മണിക്കാതെ ഓതിയിട്ടുണ്ട്. ഏകദേശം ഇഖ്ഫാഉം ഇദ്ഗാം ബി ഗുന്നയും ഇദ്ഗാം ബിലാ ഗുന്നയും ഇഖ്ലാബും ഇദ്ഹാറൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അല്ലാഹു തആല ഉപകരിക്കുന്ന അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.